ഹലോ ഫ്രണ്ട്സ്, SC കുക്കിംഗ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അസലായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇത്. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ആ കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ, നിങ്ങൾക്കത് അപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ആണി ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 ആണി എന്ന് പറഞ്ഞാൽ ഒരു 200 ഗ്രാം വരും, ഒരു കപ്പിൻ്റെ അടുത്ത്. എന്നിട്ട് അതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലൊരു 1/4 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. എന്നിട്ട് ഇതിനെ ശർക്കര പാനിയാക്കി എടുക്കണം. ആ ടൈമിൽ ഇത് ഉരുകി വരുന്ന ആ ടൈമിലേക്ക് നമ്മൾക്ക് ഇവിടെ വേറൊരു കാര്യം ചെയ്യാം. ഇവിടെ വേറൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഗീ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പിടി കാഷ്യൂനട്ടില്ലേ, അത് അണ്ടിപ്പരിപ്പ്, അതിനെ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾക്ക് ഇതിനെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് മുന്തിരിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നുള്ളത്. ഗോൾഡൻ റൈസിൻസ് അതാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അത് കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇതും കൂടി ഒന്ന് വറുത്ത് മാറ്റാം. ഇത് നമ്മൾക്ക് ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വേണ്ടാത്തവരുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇതൊന്നും ഇട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോഴേക്കും നമ്മളുടെ ശർക്കരയൊക്കെ ഉരുകി നല്ല പാനിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ. അതിനെ നമ്മൾക്ക് ഇതിൽ നിന്ന് മാറ്റാം. എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വറുത്ത നൈസ് പത്തിരിയുടെ പൊടിയിലെ പച്ചരിപ്പൊടി, ആ പച്ചരിപ്പൊടിയാണ് കേട്ടോ ഇത് 1 കപ്പ് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് എത്രക്കാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് എടുക്കാം. ഈ തിളച്ചുകൊണ്ട് ഇരുന്ന ഈ ശർക്കര പാനി ചൂടോടുകൂടി തന്നെ വേണം കേട്ടോ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ശേഷം ഇതിനെ നമ്മൾക്ക് മിക്സിയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഈ ബാറ്ററിനെ 4 പീസ് ഏലക്ക തൊലി കളഞ്ഞിട്ട് അതിൻ്റെ സീഡ്സ് മാത്രമേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് 1 ടേബിൾ സ്പൂൺ ഷുഗറാണ്, പഞ്ചസാര, പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്തെടുത്തു. പിന്നെ 1/4 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങയുടെ 1/4 പാലാണ് ചേർത്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾക്ക് ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇവിടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിലേക്ക് ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഇതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ടും കിസ്മിസും പിന്നെ 1 ടീസ്പൂണ് ഗീ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് സ്വാദ് കൂടും. ഈ ഗീ ഒക്കെ ചേർത്തത് കൊണ്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഈ ബാറ്റർ ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് നമുക്ക്. ഞാൻ ഇത്രയും ചേർന്ന ഒരു പാത്രത്തിലാണ് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുള്ളത്. അതിലേക്ക് ഗീ ആണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇതിൽ വെച്ചിട്ടാണ് സ്റ്റീം ചെയ്തെടുക്കുന്നുള്ളത്. നമ്മൾ റൈസൊക്കെ സ്റ്റീം ചെയ്തെടുക്കൂലേ, ആവി കയറ്റുന്ന ആ പാത്രമാണ് കേട്ടോ ഇത്. ഒരു ചെറിയ തവിയാണ് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. അപ്പോൾ 3-4 ചെറിയ തവി എനിക്ക് ഇതിലേക്ക് വേണ്ടി വന്നു. അപ്പോൾ നമ്മളുടെ പാത്രത്തിനനുസരിച്ചിട്ട് കട്ടി കൂടുതലോ കുറവോ എത്രയൊക്കെ വേണമെന്നനുസരിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ അത്യാവശ്യം തിക്കുള്ളത് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാണാനും ഒരു ഭംഗി, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇതുപോലത്തെ 3 എണ്ണം എനിക്കിവിടെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും ഞാൻ ശർക്കര ഇട്ടിട്ട് എന്തുണ്ടാക്കുമ്പോഴും അതിലേക്ക് കുറച്ച് ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. അത് പായസത്തിലാണെങ്കിലും ശരി. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ബാലൻസ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതാ നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള അപ്പമാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒരു തവണ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്ക്. കുഞ്ഞുമക്കൾക്കാണ് ഒരുപാട് ഇഷ്ടപ്പെടുന്നത് ഇത്. നമ്മൾക്ക് വൈകുന്നേരത്തെ ചായക്കായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഇത് കറിയൊന്നും കൂടാതെ കഴിക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ കറി കൂട്ടിയിട്ട് കഴിക്കുന്ന കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അതും എളുപ്പത്തിൽ ഒരു 5-10 മിനിറ്റ് മതി. അപ്പോഴേക്കും നമ്മൾക്ക് ഇത് റെഡിയായി കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല അസൽ ടേസ്റ്റുള്ള കിണ്ണത്തപ്പമാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ.
അല്ലേ? ഇനിയും ഒരുപാട് പുതിയ പുതിയ വീഡിയോസുമായി നിങ്ങളുടെ മൊബൈൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.